ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഷിട്ടുവിനെ കാണാൻ പോവാണ്. അല്ലട്ടോ ആ കാറിന് നമ്പർ നോക്ക്. ഗായ്സ്, ഞങ്ങൾ പോവാണ് തിരിച്ച്. ഞാൻ വീട്ടിലേക്ക് വിടാൻ പോവാണ് ഗായ്സ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. അവിടെ ഷിട്ടു ഉണ്ട്, ഷിട്ടുവിനെ കാണാൻ പോവാ. അതെ, ഇന്ന് ഷിട്ടുവിനെ കാണുമ്പോൾ എക്സൈറ്റ് കാണിച്ചു കൊടുക്കണം. ഷിട്ടു വിശാനെ കാണുമ്പോ കൊറേ ദിവസത്തിന് ശേഷം കാണുമ്പോഴുള്ള ഷിട്ടുവിന്റെ എക്സ്പ്രഷൻ കാണിച്ചില്ല. നാണം കൂടി മാറ്റാൻ മടിയേറ്റതാ, അങ്ങനെ എന്നെ ഇറങ്ങിയതാണ്. നമ്മളാട് പോവാ. പിന്നെ ഏത് കൊല്ലത്തില് ഒരാ വെച്ചാൽ നൈറ്റ് ഇട്ട് പോവാന്നേ, പക്ഷെ ഇന്ന് നൈറ്റ് തീരുമാനിട്ട്. അത് പ്രത്യേകിച്ച് കാറിലും കൂടി ആകുമ്പോ ബൈക്കാകുമ്പോ പിന്നെ സത്യം. ചുറ്റും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കണേ. ഇനി കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങണം. അവിടെ മുട്ടായി ഇല്ലായിരുന്നു. ചുറ്റും അല്ല, മെയിനായിട്ട് ഫ്രൂട്ട്സ് ഞാൻ വാങ്ങിയ ഐശുവിനും മറിയക്കുവാണ്. ചുറ്റുവിന് ഫ്രൂട്ട്സ് വലിയ താല്പര്യം ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ മറിയാണ് ഒരു ഫ്രൂട്ട്സ് പ്രാന്തത്തി. മറിയ ഐശു ഇവിടെ വെച്ചണോ? റൈസും പഴവും കൂടി വാങ്ങായിരുന്നു. ഗൈസ്, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. ഇമ്മ വിളിച്ചിരിക്കുന്നത് വരുന്നില്ലേ, എത്താനായില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇമ്മനെ കാത്തിക്കാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഡിമാൻഡ് കൂടുന്ന ഒരു സാഹചര്യം നോക്കണേ, അല്ലെങ്കിൽ വന്നാലെന്ത് പോയാലെന്ത്. താത്ത ഉച്ച 2 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തിക്കോലെ. ഓള് വിളിച്ചിക്കണ്, ഉമ്മ വിളിച്ചിക്കണ്. ഇപ്പം പിന്നെ മെന്നാന്ന് ഞാൻ ഇതിനെ പോയപ്പോൾ ഞാൻ ഇനോഗ്രേഷന് പോയില്ലേ, അന്ന് ഞാൻ രാവിലെ ആടുന്ന് നമ്മള് തലേന്ന് പോയില്ലേ, രാവിലെ എണീച്ചാൽ ഫോൺ എടുക്കുമ്പോ കേൾക്കണത് മറിയാൻ്റെ ഒരു വോയിസ് ഓവറാട്ടോ. അത് ഞാൻ ഇവിടെ കൊടുക്കാം. എന്താന്നറിയില്ല, വീട്ടിൽ നിന്ന് പോകുന്ന ഒരു വിഷമമുണ്ട്. ഉമ്മച്ചീൻ്റെ അടുത്തുനിന്ന് സൈമന്റെ അടുത്ത് നിൽക്കാം. ഓരോ എന്നോട് വേഗം വരുന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇപ്പൊ രണ്ടിടത്തിലും നിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ ആടെ പോയാൻ എന്തോ ഒരു മടിയുള്ള പോലെ ഫീൽ ചെയ്യാം. എനിക്ക് മക്കളെ ഇവനെ കാണുകയും വേണം, പക്ഷെ ആടെ പോയാൻ എന്തോ ഒരു മടിയോ എന്താന്ന് എനിക്കറിയൂല. വേഗം പോകണമെന്നാണ് മൈൻഡിലുള്ളത്. പക്ഷെ എങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാഴ്ച നിൽക്കാൻ പോകാന്ന് ഉമ്മ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നിൽക്കാമാന്ന്. പക്ഷെ എനിക്ക് നിൽക്കാൻ ഉള്ളൊന്നും തോന്നുന്നില്ല. എന്താക്കി അറിയൂല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ്ങിലുണ്ട്. ഞാൻ എഡിറ്റിങ്ങും കാര്യമൊക്കെ പെട്ടെന്ന് തീർക്കേണ്ടി. അപ്പം അതൊക്കെ തീർക്കാനും ഒക്കെ തീർത്തിട്ട് തിരിച്ചു പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് വർക്കുണ്ട്. വർക്കൊക്കെ പെട്ടെന്ന് തീർക്കണം, പെട്ടെന്ന് തിരിച്ചു പോകണം. ഇന്നും നാളെയും മറ്റന്നാളായിട്ട് കല്യാണം ഉണ്ട്. അപ്പം മെയിനായിട്ട് പോകുന്നതിന് ഉദ്ദേശം കല്യാണം കൂടിയാണ്. പിന്നെ ഇന്ന് നോമ്പ് പറ്റീണ്. നോമ്പ് തുറക്കുമ്പോഴേക്കിനും ഇന്നലെ 9ാമത്തെ നോമ്പ്, മുഹറം 9, 10 നോമ്പ്. അപ്പോൾ 9 ആടുന്നും 10 ഇവിടുന്നാണ് തുറക്കുന്നത്. പിന്നെന്താ, നമ്മളെ പെണ്ണ നേരെ മേത്തല വീട്ടിൽ തന്നെയാണ് കല്യാണം. നമ്മളെ കസിൻസ് ആണ്. നമ്മളെ ഷിഫ്റ്റിന്റെ മാമിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അടുത്ത മൂത്ത മോളെ കല്യാണമാണ്. നമ്മളെ ഫിനൂട്ടി ഷിഗ എന്നാണ് ഞങ്ങൾ വിളിക്കല്. അപ്പോൾ കല്യാണമാണ്. ഇന്ന് അതിന്റെ മെഹന്തി നൈറ്റ്, നാളെ കല്യാണത്തര, പിറ്റേന്ന് കല്യാണം. പിന്നെ ഞാൻ തിങ്കളോ ചൊവ്വേ പോവും തിരിച്ച് വീട്ടിക്ക്. അപ്പം വീട്ടിലിപ്പോൾ എല്ലാവരും കാത്തിക്കാണ്. അപ്പം അടുത്തിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് മക്കളെ കാണിച്ചു തരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നും നമ്മളെ കുന്ന് കയറുന്നു. നമുക്ക് ഷിട്ടു ചിലപ്പോ മേത്തലായിരിക്കും ഉണ്ടാവുക. ആ സ്ഥലം നമുക്ക് എടുത്തിട്ടുണ്ടോന്ന് വെച്ചിട്ടില്ലേ. ഓളെന്നെ കാണുമ്പോ എന്താ കളിക്കുന്ന നോക്കെ. എന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചു വെക്കൂലേ. ഓളെ നാളെ കാണുമ്പോ അങ്ങനെ തോന്നുക. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചരനെ കാത്തു നിൽക്കുന്ന ഇമ്മ. ഞാൻ വാങ്ങിക്കൊടുത്ത നെയ്റ്റിയാട്ടമ്മ ഇട്ടതെന്ന് അല്ലേ. ഞാനല്ല, ഇഞ്ഞി നമ്മള് പെരുന്നാളിന് വാങ്ങിക്കൊടുത്തു. അപ്പം പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഗായ്സ്, അസ്സലാമു അലൈക്കും. ഹായ്. ബാഗൊക്കെ എന്റെ ലഗേജ് ഒക്കെ എടുക്ക്.
അതന്നെ നീ ആ ബാഗൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഷിട്ടു വരുന്നുണ്ട്. ഹായ് നോക്കിക്കേ, കണ്ടോ കണ്ടോ കണ്ടോ, നോക്കുന്നില്ല, കുറവായി പിന്നെ പല്ല് പറിച്ചോ. ഫോൺ പിടിക്ക്, ഫോൺ പിടിക്ക്. തിരിയുന്നേ ആദ്യം കാണുമ്പോ ഒരു മൈൻഡും വെക്കൂലേ. എന്റെ സഹോദരി എവിടെ പോയി? ഇവിടെ ഇനി ഉറങ്ങുക, ഇനി എന്തെടുക്കുക? അങ്ങനെ ഞാന് ആദ്യമായിട്ട് കൂടാൻ വന്ന് വിരുന്നുകാരിയായി വന്നിട്ട് ഇമ്മനെ ഏൽപ്പിക്കാണ് കവർ. ഗായ്സ്, ഇതാ ഞാൻ വിരുന്ന് കൊണ്ടുവന്ന സാധനം. പിടിച്ചില്ലായിരുന്നു. ആടേതാടി ആടാടി നേത്താ ഇത് തുറന്നേനാ? സുന്ദരി അയക്കില്ലേ? സുന്ദരി എടുത്തു. ഇതിന്റെ സുന്ദരി എടുത്തു. ജീജുന്റെ മോളാരാ? ജീജുന്റെ മോളാരാ? എന്റെ കാണുമ്പോഴുള്ള പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം? എന്താ അതല്ലൂടി? അതെന്തിന്? അതെ തല്ലൂടിയേ. എന്റെ മോളിനെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണല്ലോ. എന്നിട്ട് ദീദി എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് അറിയാം. ഈ മിഷാനോട് ഇഷ്ടണ്ടാൻ വേണ്ടിട്ട് വെക്ക് വേഗം ഫോണിൽ എന്തേലും വെച്ചു കൊടുക്കുക. ഇതിന്റെ സ്വഭാവം നോക്കി. ഓ ഓള് പതേ നല്ല സുഖിക്കുന്നതാ. ഓ എന്റെ ചെറുതിനും കൊടുക്ക്. ചൂട് ഊണ്ടോ നോക്കി. എന്തോ നെക്കി പൗസ അടിക്കാൻ നോക്കുക ഇഞ്ച മക്കളെ. ഓ ഓ അടുത്തോക്ക് ഫോൺ വേണ്ട. ഒക്കെ ഫോണാ നിശ്ചലോ. നല്ല മോളാ. ജീജു കിട്ടാടാ. ജീജുക്ക് 2 നോമ്പ് വെൽക്കാത്തോല്. എനിക്ക് ഇങ്ങനെ നോമ്പ് വെൽക്കാത്ത. എനിക്ക് പീരീഡ്സ് എങ്ങാനാ. ഞാൻ എഡിറ്റ് ചെയ്യട്ടോ. ഓളെ നോക്കി അവളെ ചായ തൊടുന്നോ തട്ടുന്ന നോക്കണേ. ഈ നിഷാന്റെ കാര്യം നോക്കി മക്കളോ. ഈനെ കേടി വരുത്തുക. കാണുന്നോ കിടന്ന് കാണിച്ചൊക്ക. ഹലോ മാഡം. ഷിട്ടു മാഡം. ഓ ശല്യപ്പെടുത്തല്ലേ. കാണല്ലേ. വല്ലാത്തൊരു കോമഡി. അതാ ആടുമക്കളാണ് കുണ്ടിക്ക് കുത്തി തീവണ്ടി. കാലൊക്കെ വെച്ചോക്ക്. കുഞ്ഞിപ്പണ്ണേ ദീദിന്റെ സുന്ദരി ഏടാ? ഷിട്ടുടെ കണ്ണെടേ? കണ്ണ്. ഹായ്. ഷിട്ടുടെ മൂക്കേടേ? പല്ല് കാണിച്ചുണ്ടോ പൊന്നിന്റെ? പല്ല് കാണിച്ചുണ്ടോ? നാവ്. പള്ള. മുടി. ചെവി. കൈ. വളയുടെ പൊന്നിന്റെ വള. നേരല്ല. കാല്. കൈയോടൊന്നും കാണിക്കാനുള്ളതില്ല. ഓ ഈ വണ്ടിക്ക് എന്ത് സ്പീഡാ.
മുപ്പത്തിയാറ് നല്ല കാണലാ. എടി ചിട്ടേ നോക്കുന്നല്ല ഇങ്ങനെ കാണുന്നേ. നീ എന്താ കാണുന്നേ? അവൻ തേച്ചാ കാണുന്നേ. എന്താ കാണുന്ന പറഞ്ഞിട്ട് പോന്നെ? നീ എന്താ ആട്ടൊക്കെ ഈ കെട്ടി പിടിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. രക്ഷപ്പെടുക. എന്റെ ഫോണുമായിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ റിവേഴ്സ് ഗിയർ അടിക്കുന്നുണ്ട്. ഗായ്സ്, അപ്പൊ നമുക്ക് നോമ്പ് തുറന്ന് നമുക്ക് ഫുഡ് കഴിക്കണം. നല്ല അഭിനയം. നമ്മളന്ന് നോമ്പ് തുറക്കുമ്പോൾ സ്പെഷ്യൽ താത്തന്റെ പഴംപൊരി, മഞ്ഞച്ചോറ്, പിന്നെ മന്തി. ജീജി അപ്പുറത്തേക്കോടെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കാര്യം. നല്ല വൈബ്രേറ്റ് ആണ് വല്ലേ. എന്നിട്ട് അങ്ങനെ വെക്കുന്നേ. ഇത് എത്ര ഇതിന്റെ സെക്കൻഡ് മോഡൽ എങ്ങാനും ട്രൈ ചെയ്യുന്നേ ആണ്. അത് ബ്രഷ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂ. ഇങ്ങനെ നല്ല വട്ടത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാ തേനക്കോട്ട് ഒലിച്ച് ഇറങ്ങി അടുക്ക് ചിരിക്കും. പല്ലേക്കിട്ട കിട്ടുന്നുണ്ട്. മതിന്റെ ബ്ലൗസും സ്കേർട്ടും ലൈൻ ഒരു പീകോക്ക് ബ്ലൂ. ഇത്ര നേരം അങ്ങനെ വെച്ച് ഗായ്സ് പല്ലേക്ക് അതാ പോയി. ഒന്ന് പല്ലേക്ക് ചായ ശരി പല്ലേക്കാണ്. ഒരു പ്രശ്നമില്ലല്ലേ. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ ആവില്ല. ഡ്രസ് ഇടില്ല അല്ലേ? എന്താ വിളിച്ചാലോ? അങ്ങനെ എന്നെ ഇറക്കി മിഷ പോയി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് പച്ച കല്യാണത്തിന് വേണ്ടി റെഡിയായി. ഓരോരുത്തര് പച്ച ഉണ്ടാക്കിയ കഥകളെ കേൾക്കാം. ഞാൻ എല്ലാം പറഞ്ഞ് തീർത്തെറിഞ്ഞായിരുന്നു. നോക്കുമ്പോ അത് വീഡിയോ എന്താ പറയാ സേവ് ആയില്ല. പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾ ഓരോരുത്തർ പച്ച ഉണ്ടാക്കിയ കഥകൾ കേൾക്കണം ഗായ്സ്. ഞാനിട്ടത് എനിക്ക് എൻ്റെ 22-നോ 23-നോ ബർത്ത്ഡേക്ക് നിഷ വാങ്ങി തന്ന ഒരു ചുരിദാറാണ്. ഇതാ ഒരു പച്ച ചുരിദാറ്. ഐശു ഇട്ടത് ഇഞ്ചൊരു ഷർട്ട്. ഇമ്മട്ടമ്മന്റെ ഒരു പഴയ ചുരിദാറാണ്. മറിയക്കതിനും കോമഡി. മറിയ എപ്പോഴോ മാറ്റിയായിട്ട് പോയി. മറി പറഞ്ഞ ആടെ എല്ലാവരും പച്ചാണെങ്കിൽ പച്ച എന്തെങ്കിലും വേണം മണ്ടി വന്നിട്ട് മറി ഐശുവിന്റെ ഏതോ പണ്ടേതേതോ കുപ്പായ എടുത്തിട്ട് മറിയ പോയി. പിന്നെ താത്ത ചിട്ടൂന് ഏതോ ടീഷർട്ട് ഉണ്ടായിരുന്നു. ചിട്ടു അതിട്ട് താത്തക്ക് നല്ല ചുരിദാറുണ്ട്. പക്ഷെ അതിന്റെ ഷോള് വിടില്ല. അതിനെക്കൊണ്ട് ഓളെന്തോ ഒരു ഗൗൺ എടുത്തിട്ടിക്കണേ. ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഞാൻ നല്ല പച്ച ചുരിദാറൊക്കെ ഇട്ട് ചുവന്ന ലിപ്സ്റ്റിക് ഇട്ട് ഒരു തത്തമ്മ ലുക്കിലാണ് ഞാൻ പോകുന്നത്. താത്തതായി ഗൗൺ ഇത്തോളെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓളെ ചുരിദാറിന്റെ ഷോള് ഇവിടെ അല്ലാണ്ടായി പോയി. ഇനി നമുക്ക് ആടെ പോയിട്ട് കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ കാണാം ഗായ്സ്. ഹായ്, ഇതാണ് നമ്മളെ മണവാട്ടിന്റെ ഉറ്റ സഹോദരൻ. പച്ചക്കുപ്പായൊക്കെ ഇട്ടിരിക്കുന്നു. ഹായ് ഹായ്. ഇതാണ് എപ്പോഴും നമ്മളെ സ്റ്റേജ് മേലിൽ പിള്ളേരാണ് ആദ്യം സ്ഥാപിക്കുക. ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഗായ്സ്. എന്റെ ഫ്രണ്ട്സ് ആണ്. ഓ ഇതോ എന്റെ ചെങ്ങായിമാരാണ്. എടാ ഇത് യൂട്യൂബിലേക്കാ, ഇൻസ്റ്റയിലേക്കല്ല. ഇതെന്റെ കോളേജിലത്തെ ഫ്രണ്ട്സാ. ഓക്കെ, ഇത് ചിക്കുവിന്റെ കോളേജിലത്തെ ഫ്രണ്ട്സ് ആണ് ഗായ്സ്. എല്ലാവരും ഒരു ഹായ് പറയൂ. ഹായ് ഹായ്. ഇവരൊക്കെ ഭയങ്കര നാണം എന്റെ വീഡിയോയിൽ വരാൻ. ആണോ? ഓക്കെ, അങ്ങനെ ഇവിടെ പരിപാടി സ്റ്റാർട്ടായി. ഹായ്. ഇതെല്ലാരും എന്നെ കണ്ട് പേടിച്ചോടുന്നു. നിങ്ങളെ പാട്ടുണ്ടാവില്ലെന്ന്? ഇല്ല, അന്നില്ല. നാളേക്കാ. അതെന്തായി ഇവിടെ നാളെയൊക്കെ പരിപാടി? ഓ പച്ചയൊക്കെ ഇട്ട് വന്നിക്കല്ലോ. നിങ്ങളെന്താ വച്ചടാത്ത്? ഇതാണ് നമ്മുടെ മണവാട്ടിന്റെ പിതാജി.
എല്ലാരും പച്ച ഇട്ട് കാണിച്ച് അണിനിരയായി നിക്കുന്നു ഗായ്സ്. നമ്മളെ മണവാട്ടി എവിടെ പോയി? നമുക്ക് മണവാട്ടിനെ കാണാം. അളിയാ ഇതാരായിക്കല്ലോ. അതാ പച്ച ചുരി അല്ല നമ്മളെ ചിട്ടു പച്ചിട്ട് വന്നിക്കണ്. അതാ നമ്മളെ മണവാട്ടി പഠിച്ചോനെ ഒക്കെ നാളാന്ന് മുല്ലപ്പൂ ഒക്കെ വെച്ച് പഠിച്ചോനെ. സുന്ദരി അയക്കുന്നല്ലോ മണവാട്ടി, സുന്ദരി അയക്കല്ലോ. ഇപ്പൊ ആരും മുല്ല വെച്ച് കാണാൻ ഇവളെ വെച്ച് നല്ലൊരു രസമുണ്ടല്ലേ കാണാന്. നല്ല അടിപൊളി. മൈലാഞ്ചി കാണിക്കണ്ടേ? ഹൈ അടിപൊളി. ഷിട്ടു അതെന്താ? ഷിട്ടു ഷിഗയുടെ ഷിഗനെ മനസ്സിലാകുന്നില്ല. ഇത് ഇങ്ങനെ കടുപ്പിച്ച അല്ലാണ്ട് ഇന്ന് എല്ലാരും പച്ച ഒപ്പിച്ച് വന്നിക്കണേ. സൈനത്താതെന്തായി പച്ചടാഞ്ഞ്? ആരെരുമ്പോ പച്ചായിരുന്നു. ഓക്കെ മിന്നാടി. ഇനി നമുക്ക് മാതാശ്രീനെ കാണിച്ചു തരാം. നമ്മുടെ മണവാട്ടിന്റെ ഇതാണ് വല്യമ്മ. വല്യമ്മ പച്ചയൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്നു. പിന്നെ വെൽക്കൊക്കെ മുഖം കാണാൻ പറ്റാത്ത പോലെയാണ്. പിന്നെ ഡിമാൻഡിലുള്ള നമ്മളെ തിരിപ്പിക്കാൻ പാടില്ല. അമ്മ ചോറ് നെണിക്കുന്നു. അമ്മ ദാ പച്ചിട്ട് വന്നിക്കണേ. ആ നല്ല ബഷീർക്കായിന്റെ പച്ചടാഞ്ഞ്. ഇന്ന് എല്ലാരും പച്ച അങ്ങനെ പച്ച ഉണ്ട് ഇല്ലേ. ഓക്കെ തൽക്കാലം നമുക്ക് പച്ച വെച്ച് ഒപ്പിക്കാം. അവിടെ ഈ കള്ളിപ്പച്ച മതി തൽക്കാലം. ഇത് ചേട്ടാ ഒപ്പിക്കാം. അമ്മന്റെ കയ്യിൽ കണ്ടിട്ട് നീലായിട്ട് അതുകൊണ്ട് ഉഷാമ്മ പച്ചട്ടിയില്ല. പച്ച ഇടാത്തോലെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോളെ. ഉണ്ടേച്ചി പച്ചട്ടിക്ക് ഉണ്ടേച്ചേ ഓ ഉണ്ടേച്ചേ തിന്ന് വെച്ച് മൈൻഡ് നിക്കുന്നില്ല. ഒരു ഹായ് ഒക്കെ പറയുണ്ടേച്ചേ. ഹായ്. ഇതാരാണ് ഇപ്പായമ്മായി ടോർച്ച് വിൽക്കാണ്ട് വെള്ളം കുടിക്കാണേ. പൈപ്പിന് കയ്യൊക്കെ മടി തന്നെ. ഞാൻ പറഞ്ഞൊന്നും കേക്കണില്ലാന്ന് തോന്നുന്നു. ഓ മിണ്ടുന്നില്ല. അതാണ് അമ്മായിന്റെ മോന്. അതാ പോകുന്നത് കൃഷ്ണ. ചോറ് ഞാൻ ഇന്നെന്താ സ്പെഷ്യല്? മഞ്ഞച്ചോറ്. ഇതാണ് നമ്മളെ വിച്ചിത്താത്ത. നാളെ ആയാൽ അമ്മായിയും ബായി മക്കളെ. മഞ്ഞച്ചോറ് എനിക്ക് മഞ്ഞച്ചോറ്. ഇത്രയും കാലം ചെറിയ മോളെ നടക്കണേ. നാളായ അമ്മായിമ്മ. മഞ്ഞച്ചോറും ബീഫ് കറിയോ അല്ലെന്ന് എന്താ നമുക്ക് പുറത്തേക്ക് പോവാം. ഇല്ല മിക്സ്ഡ് പച്ച. മൈമൂന്താത തട്ടം പച്ചാക്കി ഇങ്ങാണ്ടാണ് വന്നത്. ഒരു മിക്സ്ഡ് പച്ച ചോപ്പ് മൈലാഞ്ചിട്ട് ചോക്കൂലേ, അതാണ് സംഭവം മൈമൂന്താ ഉദ്ദേശിച്ചല്ലേ. ആ മോളില് മൈലാഞ്ചി താഴെ ചോത്തതും. ഇനി നമുക്ക് മണവാട്ടിന്റെ റൂം കാണാം ഗൈസ്. ഹായ് നല്ല രസമുണ്ടല്ലേ കട്ടില് കാണാന്. ഇത് രസമുണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ മണവാട്ടിന്റെ റൂം. ഈ കട്ടിലേക്ക് നല്ല ഇഷ്ടപ്പെട്ട്. മിററും നല്ല രസമുണ്ട് അല്ലേ. ഒരു എസ്തറ്റിക് സാധനം. ഇത് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. മിറർ എവിടെ കണ്ടാൽ നമ്മൾ വീഡിയോ എടുക്കണം. ബ്രൈഡിന്റെ എൻട്രി ആയി. മണവാട്ടി ഓൺ ഫയറിലാണ്. ഇനി ബ്രൈഡിന്റെ എൻട്രി ആയിക്ക് സ്റ്റേജ് മേലേക്ക് നമ്മൾ കാണാൻ പോവാം. ചിട്ടു ഗ്രീനിട്ട്. ആ എല്ലാരും ഒന്ന് തോണ്ടി നോക്കുന്നതാ. നിങ്ങളൊക്കെ ഉണ്ടില്ലേ? എല്ലാരും ഉണ്ടില്ലേ? നിങ്ങളെ കൂട്ടണ്ടാവുന്നാ? ആ കൂട്ടണ്ട നിങ്ങൾ ആദ്യം പറയണ്ടേ. മുത്തോ നീ എന്തോ മിണ്ടാത്ത? നീടെ എന്നെ വന്നപ്പോ കണ്ടില്ലല്ലോ. ആ ശരി. എന്റെ മോനായിട്ട് പോയി. ആ പച്ച കെട്ടിക്കല്ലോ. നമ്മളെ പച്ച കല്യാണ സ്പെഷ്യൽ. ഇതെന്തായിരുന്നു?
ആ പച്ച ബിസ്ക്കറ്റ് പച്ച 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 അലുവ. ഇതെന്താ ഉപ്പ് ഉപ്പ് കള്ളത്തരം കള്ളക്കളി കള്ളക്കളി ഇതാ ഉപ്പ് ഇതാ പച്ച കപ്പ് കേക്ക് കീറ്റാ തൊള്ളിട്ടാ ഇതാണ് ചേരാട്ട കേക്ക് ജാം റോള് ഓ ജാം റോൾ ഞങ്ങളൊക്കെ ചേരാട്ട കേക്ക് എന്നാ പറയല് നമ്മൾ ആട്ടിട്ട് കൊടുക്കാല്ലേ വണ്ടിയെ ആ വെച്ചില്ല വെച്ചില്ല മൈലാഞ്ചി എടാ ഇതിൽ മൈലാഞ്ചി വെക്കണ്ടേ ഇപ്പോഴാണ് പച്ചവെള്ളം എന്ന് പറഞ്ഞ ഒരു അർത്ഥം ഉണ്ടായത് കറക്റ്റ് പച്ചവെള്ളം ഒരേ ഗ്ലാസ് ഓരോരുത്തരുണ്ടാവുക അതിലും നല്ല അല്ലാണ്ടുണ്ടോന്നല്ലേ ഇത് കാണുമോ ടീപ്പോയ് ഓ നടക്കുന്നു നടക്കുന്നു ടീപ്പോയ് വെച്ചോ ആ ടീപ്പോയ് വെച്ചു എല്ലാരും നടന്നോടി വീഡിയോ എടുക്കണ്ട അച്ഛോ ഒരു 2 വാക്ക് സംസാരിക്കും ഇന്നെന്താ പരിപാടി ആരെ ഫിനൂട്ടി എന്റെ ആരാ എനിക്ക് ഓർമ്മയില്ലാന്നോ എന്റെ പെങ്ങളല്ലേ എന്റെ ഉപ്പന്റെ ഡാൻസ് ഒക്കെ ഉണ്ടോ നിങ്ങൾ എന്താണ് ഡാൻസ് ഉണ്ട് അടിപൊളി തന്നെ എന്നാല് എന്റെ സൂപ്പർ ആയിട്ട് കല്യാണോ എനിക്ക് ഇഷ്ടോ അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സോപ്പടെ അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ മീനോളടെ നമ്മളെ ബ്രൈഡിന്റെ എൻട്രി ആയി ഗൈസ് അതായി Site. 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 Ah. Site. Bunyi. Boleh? No. 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 Sini, sini, sini. Sini, sini, sini. Hai. ഇനി മണവാട്ടിക്ക് മെഹന്തിയുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് ഗായ്സ്. ഫുൾ പാട്ടായി കൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് അധികം എടുക്കാൻ. എടാ ഒന്ന് സൈഡ് വരുമോ? എടാ ഒന്ന് സൈഡ് വരുമോ? മണവാട്ടിക്ക് മെഹന്തി ഇടുന്ന ഉപ്പയും പക്ഷെ ഓൾറെഡി മൈലാഞ്ചി ഇട്ടിക്കണ്.
ഒരു ആക്ഷൻ മാത്രം. ഇവള് പറയുന്ന ആക്ഷൻ മാത്രം മതി. ആരാ നിങ്ങൾ രണ്ടാളെ എടുക്കൂല. എന്നെ ഞാൻ കൊറേ നേരം ഭയങ്കര ഡിമാൻഡ് ഇടുന്നു. എന്നെ എന്താ മതിയോ? നിങ്ങളുടെ പച്ചക്കുപ്പാടാന് മക്കളൊക്കെ അടുത്ത് കൂടുന്നത് അതിലുള്ള കപ്പ് കേക്ക് മറ്റേത് എല്ലാം തിന്നാൻ വേണ്ടിട്ടാണ്. മറിയനെ കയ്യിൽ തീർന്നു പലഹാരം മറിയ. ഇതെവിടെ പലഹാരം എടുത്തിട്ടുണ്ടോന്നെങ്കി എനിക്ക് വേണ്ട. अल्लाह मुझे दर्द के काबिल बना दिया, तूफान कोई कश्ती का साहिल बना दिया, बेचैनियां समेट के सारे जहान की, जब कुछ न बन सका तो मेरा दिल बना दिया साथी तेरे बिना। അടുത്തതായി വേദിയിൽ മറിയ ആൻഡ് ഓളെ ഫ്രണ്ട്. सांसों में तेरी नजदीकियों का इत्र तू घोल दे नहीं क्यों इश्क जाहिर करूं क्यों भी कभी बोल दे बुलाई दे सांसों में तेरी नजदीकियों का इत्र तू घोल दे मैं इश्क जाहिर करूं क्यों भी कभी बोल दे लेके जाऊंगी जाएगा मेरी हाथ हर तेरा तुझ पे सतम मेरे प्यार का याद रखना मैं भी हूँ करवाना ओ जालिमा जो तेरी खातिर करते क्या उसे फड़फड़ाना ഗൈസ് വേദിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഓളെ ഉപ്പൻ്റെ പെങ്ങള് ഹസ്ബൻഡ്, ഉപ്പൻ്റെ അനിയന്, വൈഫ്, മക്കള്, അയൽവാസികള് തുടങ്ങിയ ബന്ധുമിത്രാദികളാണ് ഗൈസ്.
रंग जाऊं जो मैं हाथ लगाऊं दिल बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं केसरिया तेरा इश्क है पिया सारा तेरी फिक्र में रैन सारी तेरी खैर മാം എന്താ കോപ്പി ചെയ്തെന്നോ? അലുവ ഓടിക്കോ അലുവ. എല്ലാരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. നമ്മള് തിരിച്ചു പോവാണ്. നിങ്ങൾക്കെന്താ പറയാനുള്ളത്? നിങ്ങളെ മോളെ കല്യാണമല്ലേ, നിങ്ങളെ അമ്മായി മാവുകയാണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സന്തോഷം? ചെറിയൊരു സങ്കടം ഇവിടെ ഉണ്ടോ? നാളെ വരോടിക്കോ? ഇല്ല. നമ്മളെ വിശിതാന്തന്റെ അമ്മച്ചു അല്ലേ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മള് പുരേക്ക് പോവാണ്. പുരേക്ക് പോകാൻ പറഞ്ഞാൽ ഇന്ന് നമ്മള് പോല ഇവിടെ അവളെ തന്നെയാണ്. ഇനി ബാക്കി നാളെ ഇതില് ഫുള്ള് പാട്ടാണ്. ഇത് ഫുള്ള് ചിലപ്പോ കോപ്പിറൈറ്റ്